ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചാൽ അതിൽ പൂർണ്ണമായിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ്, വിജയം കണ്ടിട്ടേ മടങ്ങുമെന്നുള്ളൊരു ഒരു തീരുമാനം, അതിന്റെ റിസൾട്ടാ ചേട്ടൻ ഇപ്പൊ നിൽക്കുന്ന ഈ പൊസിഷൻ. ഒരാളും എന്നെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറ്റാനും പോകുന്നില്ല. ചെറിയമ്മയ്ക്കാ സത്യം അറിയാവുന്നത്. പക്ഷേ ചെറിയമ്മയ്ക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. എല്ലാം പോട്ടെ, അന്തസ്സില്ലാത്ത ആരോപണത്തിന്റെ പേരില് ഗൗതം എന്നേക്കുമായി പുറത്തായി. ഇനി ഞാനാ. എല്ലാരും കൂടെ തീരുമാനിച്ചു വെച്ചേക്കുന്ന എന്താണെന്നറിയോ? സൂര്യ വരുമ്പോ ഇതൊക്കെ പറയണം. സൂര്യ എന്നെ തള്ളി പുറത്താക്കണം. അതുകൂടെ കാണണം അവർക്കൊക്കെ. നീ ഒരിടത്തും പോണ്ട. നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടാവണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. എങ്ങനെ? എപ്പോ വേണമെങ്കിലും സൂര്യ തിരിച്ചു വരാം. അതുവരെയല്ലേ ഉള്ളൂ നമുക്ക് സമയം. സൂര്യ തിരിച്ചു വരുന്നതിന് മുമ്പ് ഇവിടെ മറ്റു ചില കാര്യങ്ങൾ സംഭവിക്കണം. നിനക്ക് മുമ്പേ രാധിക ഇവിടുന്ന് പുറത്തു പോണം. രാധിക ഇവിടുന്ന് പുറത്തു പോയി കഴിഞ്ഞാ പിന്നെ ആ ഷോക്കിൽ പിന്നൊരു കാര്യത്തെക്കുറിച്ചും ഒരാള് സംസാരിക്കില്ല. ഷെൽഫിലെ ആഭരണങ്ങള് രാധിക എടുത്തതാണെന്ന് ബോധ്യപ്പെട്ട പറഞ്ഞതെല്ലാം അവള് കരുതിക്കൂട്ടി ചെയ്തതാണെന്ന് ഏട്ടത്തി സമ്മതിക്കും. ഏട്ടത്തി അവൾക്കെതിരെ വാദിക്കും. അതിനുള്ള വഴി എന്താ? വഴിയുണ്ട്. ചെയ്ത് പാതിയാക്കിയൊരു കാര്യം ആറ്റുവാശ്ശേരിയിലുണ്ടല്ലോ. യശോദയുടെ കഴുത്തിൽ തൂങ്ങുന്നൊരു മാല. അതവിടെ തന്നെ ഉണ്ടോന്ന് സുകുമാരി അമ്മയെ വിളിച്ചൊന്ന് ഉറപ്പിക്കണം. ഉണ്ടെങ്കിൽ അത് മതി ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും മറുപടിയായിട്ട്. എന്തായാലും അവരൊന്ന് വിളിക്കണം. അമ്മയുടെ സമ്മാനമായി യശോദ ഇട്ടിരിക്കുന്നത് തൊണ്ടിമുതലാ. കണിമംഗലത്ത് നിന്ന് നഷ്ടപ്പെട്ട തൊണ്ടിമുതല. Dear friends, today's hero is my dear brother and the great business magnate, Mr. Varun. വെൽക്കം വരുൺ. താങ്ക് യു. മതി ചേട്ടാ മതി. അതെ, ഒരു പ്രൈവറ്റ് പാർട്ടിക്ക് ഇത്ര വലിയ ഇൻട്രൊഡക്ഷന്റെ ആവശ്യമുണ്ടോ? നിനക്കുള്ള ഇൻട്രോ എത്ര കൂടിയാലും എനിക്ക് മതിയാവില്ലടാ. അതെ ചേട്ടാ, ഇയാളെ ചേട്ടൻ കണ്ടിട്ടില്ലല്ലോ. ഷീസ് രാധിക. എപ്പോഴോ ഒരിക്കൽ നീ എന്നെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ബെറ്റിക്ക് തീർത്തും ഇതൊരു പുതിയ ആളായിരിക്കും. കാണാൻ നമ്മൾ വൈകി എന്നുള്ളത് സത്യമാ. പക്ഷെ ദിവസേന ഞാനൊരു റണ്ണിങ് കമന്റ് കേൾക്കുന്നുണ്ട്. കണിമംഗലം വരുൺ, കണിമംഗലം വരുണിന്റെ ഭാര്യ എന്റെ ഭർത്താവിന്റെ വകയാ.
അതെ രാധിക, ഇതൊരു സക്സസ് പാർട്ടിയാ. ഞാൻ നമ്മുടെ ഒരു പുതിയ പ്രോജക്റ്റിന്റെ ലേലത്തിന് പോയി. എന്റെ ഭാഗ്യത്തിന് അതെനിക്ക് കിട്ടി. അതെന്റെ കൂട്ടുകാരുമായിട്ട് ഒന്ന് ആഘോഷിക്കണമെന്ന് എനിക്ക് തോന്നി. രാധിക, ഇത് കേട്ടിട്ട് തനിക്ക് എന്താ തോന്നിയത്? ഇവിടെ രാധിക 1000 കോടിയുടെ കോൺട്രാക്റ്റാ ഈ ചേട്ടൻ ഒറ്റ വാചകത്തിൽ ഒതുക്കിയത്. ഭീകരനാ, ഭീകരൻ, കൊടും ഭീകരൻ. ഞാൻ ഇതൊക്കെ ചെയ്താലും നീയല്ലേടാ എന്റെ പില്ലർ. വാ, നമുക്കെല്ലാവരെയും ഒന്ന് കാണാം. അതെ, ഇവരിവിടെ നിന്ന് സംസാരിക്കട്ടെ, നമുക്ക് പോയിട്ട് വരാം. വരുണ എല്ലാത്തിനും പുറകിലെന്നാ പറഞ്ഞത്. രാധികയ്ക്ക് അത് മനസ്സിലായോ? ഇല്ല. സത്യത്തിൽ എന്റെ ഹസ്ബൻഡിന് ബിസിനസ് അത്ര താല്പര്യമുള്ള വിഷയമായിരുന്നില്ല. വരുണിനെ കൂടെ കൂടെ പുള്ളി വിളിച്ച് കളിയാക്കുകയും ചെയ്യായിരുന്നു. ഒന്നിച്ച് കമ്പനിയിൽ വർക്ക് ചെയ്തതാ. എന്നിട്ട് വരുൺ കണിമംഗലത്തെ കമ്പനികളിൽ ചില അപ്രതീക്ഷിതമായ മാറ്റങ്ങളൊക്കെ വരുത്തുന്നു കേട്ടപ്പോഴാ ഈ പുള്ളിക്കാരന് കമ്പം കയറിയതും ഇതിലേക്ക് എടുത്തു ചാടിയതും. വരുണ ലീഡർ. Dear friends, please come. അപ്പോ കാര്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എന്റെ ഈ നേട്ടത്തിന് എനിക്ക് വേണ്ടപ്പെട്ട ആളുകളെയാണ് ഞാനിപ്പോ വിളിച്ച് എന്റെ ചുറ്റും നിർത്തിയിരിക്കുന്നത്. കുറച്ചുനാൾ കഴിഞ്ഞ് നമുക്ക് ഇതിലും വലിയൊരു ഫംഗ്ഷൻ നടത്താം. കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് വരുൺ എന്തായാലും 2 വാക്ക് പറയും. അല്ല, ചേട്ടനെ കുറിച്ച് ഞാനിപ്പോ എന്താ പറയുക? നമ്മുടെ ഈ കഠിനപ്രയം എന്നൊക്കെ പറയില്ലേ, ചില നേരത്തെ എനിക്ക് തോന്നിയിട്ടുണ്ട് ചേട്ടനാണ് ആ വാക്ക് കണ്ടുപിടിച്ചതെന്ന്. ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചാൽ അതിൽ പൂർണ്ണമായിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ്, വിജയം കണ്ടിട്ടേ മടങ്ങുമെന്നുള്ള ഒരു തീരുമാനം, അതിന്റെ റിസൾട്ടാ ചേട്ടൻ ഇപ്പൊ നിൽക്കുന്ന ഈ പൊസിഷൻ. ഫ്യൂച്ചറിൽ ഇതിനേക്കാളും വലിയ നേട്ടങ്ങൾ ചേട്ടൻ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കേട്ടോ?